ഏന്നോ കുറച്ച് ഇറച്ചി വാങ്ങിക്കോ. കുറേ ദിവസമായി കുട്ടികൾ പറയുന്നു ഇറച്ചി വാങ്ങിക്കാൻ. എന്നും ആ ഗഫൂറാക്കാൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറച്ചിയുടെ മണം വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വാങ്ങിക്കോ കുറച്ച്. നീ കയ്യിൽ കാശില്ലെങ്കിലും കുറച്ച് കടമായിട്ടെങ്കിലും കുറച്ച് അല്ലെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുമോ? നമ്മുടെ കുട്ടികളൊരു കാര്യം പറഞ്ഞില്ലേ, ഇജ്ജ് വിഷമിക്കണ്ട, പഠിച്ചോനൊരു വഴി ഉണ്ടാക്കിക്കോളൂ. പിന്നെ ഈ നോമ്പായിട്ട് ആരും കടം മേടിക്കണ്ട. ഞാൻ കുറച്ച് ചില്ലറക്കായി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്കത് നീട്ടി അങ്ങോട്ട് വെക്കണം. ഉരുളങ്ങ് തോന്നട്ടെ, നല്ല കോഴിക്കറി മരുന്നുണ്ടാവും, നോക്കാം. എടി കുഞ്ഞോളെ, 2 റുപ്യൻ്റെ കുറവുണ്ട്. എന്തായാലും 50 റുപ്യക്ക് എല്ല് മേടിക്കാം. ഞാൻ നമ്മളെ ജലിയുടെ കടയിലൊന്ന് പോയി നോക്കട്ടെ. കുഞ്ഞോളെ, ഞാനെന്നാലേ ഇറച്ചിക്കടയിൽ പോയിട്ട് വരാം. എത്ര പൈസ? എൻ്റെ 260. 260. 250 താക്ക മതി. എന്താണ് ഇപ്പൊ പാട്? 230. എന്തിനാ ഉണ്ടാക്കണ ഇത് കളിക്കാണ്ട് 30 കൂടി കൊണ്ടുപോയി ചില്ലറ ചെയ്യും. മതി, പിന്നെ തന്നാൽ മതി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്താണ് ശുക്കൂറായി വൈക്കൊക്കെ? മണ്ടക്കുളം വഴി അറിയോ? പിന്നെ കുറച്ച് എല്ലുണ്ടാവും എടുക്കാൻ. 50 റുപ്യക്ക്. ശുക്കൂറപ്പം കട തുറന്നിട്ടുള്ളൂ. ഇറച്ചി കച്ചവടം ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടാ. കുറച്ചായിട്ട് വായി കേട്ടാ. എവിടെ പോകണമെങ്കിൽ കുറച്ചായിട്ട് പോരെ കേട്ടാ, അല്ലെങ്കിൽ കുറച്ചേരം കാത്തിക്ക് കേട്ടാ. ശുക്കൂറെ, റമദാനൊക്കെ അല്ലേ, ഒരു 100 റുപ്യയും കൂട്ടിയിട്ട് നല്ല കോഴി മേടിച്ച് കൊണ്ടേ കൂട്ടിക്കൂടെ? എന്താ കുറെ ജലിയേ, ഒരു 2 റുപ്യ കുറവുണ്ടോ? ഇജ പൊരുത്തപ്പെടണം. ഒരു 50 റുപ്യക്ക് എല്ലിട്ട് ഞാൻ പിന്നെ തരാം കേട്ടോ. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അല്ല ശുക്കൂറെ, ഏത് പമ്പ് ഒളിച്ചിട്ടാ വരണേ? സുഖമാണ്. പിന്നെ ഇവിടെ ഉള്ളേല് വെച്ചിട്ട് ഏറ്റവും വലിയ 2 കോഴി. ആയിക്കോട്ടെ. ഒരു കോഴി പൊരിക്കാൻ കട്ട് ചെയ്തോ, ഒരു കോഴി ബിരിയാണിക്ക് കട്ട് ചെയ്യും. ആയിക്കോട്ടെ. ഇന്നിൻ്റെ മരുവനും മുളക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മട്ടനും വേണം, കുറച്ച് ബീഫും വേണം. ഞാനത് നമ്മൾ അതിൻ്റെ ഉണ്ടാവൂലേ? ഞാൻ അവിടെ നിന്ന് പൊട്ടച്ച് കട്ട് ചെയ്ത് വെച്ചോ. ഒരു ഞാൻ വീട്ടിലേക്ക് എത്തിക്കോ. ഇവിടെ ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? ആയിക്കോട്ടെ കേട്ടാ, എന്നാ ശരി. സുക്കൂറെ, അന്നെ കണ്ടത് ഇപ്പം എന്തായാലും നന്നായി. പിന്നെ ഇന്നലെ തേങ്ങട്ടപ്പോഴേ 2 തേങ്ങ എൻ്റെ മുറ്റത്തേക്ക് വീണിട്ടുണ്ട്. അതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ ഇപ്പം തേങ്ങൊക്കെ വില?